ഈ വീഡിയോ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഞങ്ങളെന്താ പാതിരാക്കോഴികളാണോ, എപ്പോഴും രാത്രിയാണല്ലോ ഇറങ്ങുന്നത്. അങ്ങനൊന്നല്ല, ഞങ്ങള് ഇറങ്ങുമ്പോ അങ്ങനെ ആയി പോകുന്നതാണ്. വെളിച്ചം വരട്ടെ. വെളിച്ചം വന്നു, നല്ല റോഡ് വന്നു. ആനക്കുളം ആനക്കുളം ആനക്കുളം. ഹലോ ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങൾ വടകര എത്തിയിരിക്കുന്നു. വടകര വളവിൽ കാതുകുത്തി. വടകരയില് ഞങ്ങൾ MRIന്ന് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്, എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഹലോ, MRIന്ന് ഞങ്ങൾ ഇന്ത്യൻ പതാകന്റെ കളറുള്ള ചട്നിയും ദോശയാണ് കഴിച്ചത്. പിന്നെ അവിടുത്തെ ചായ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നിടത്തൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കന്യാകുമാരി ടു പൻവേൽ NH-66 പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ചില റോഡൊക്കെ അടിപൊളിയാണ്, പക്ഷെ ചില റോഡൊക്കെ ഇതേപോലെ ഡൈവേർഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തി. ഗാന്ധി സർക്കിളൊക്കെ കണ്ടില്ലേ. പിന്നെ ഇതേപോലെ ഇവിടെ കുറേ മഞ്ഞ ഓട്ടോറിക്ഷ കാണുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ കാലം നാട്ടിൽ വന്നിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മഞ്ഞ ഓട്ടോറിക്ഷ കാണുന്നത്. ആകാശവാണി കണ്ണൂർ ഇവിടെ കുറേ കഥകളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി, കവിതയൊക്കെ അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പോകേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഭാരത് പെൻസ് കുറേ കാണാനായിട്ട് കേട്ടോ. ഭാരത് പെൻസ് കാണുമ്പോൾ നമുക്ക് അർജുനെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞങ്ങൾ തളിപ്പുറം പത്തി. ഇവിടെ എത്തിയാൽ ഞാൻ ഉറപ്പിക്കാണ് തളിപ്പുറം പത്തി എന്നുള്ളത്. തളിപ്പറമ്പിലെ ആൾക്കാരുണ്ടോ അവിടെ? വണ്ടികള് മുന്നിൽ ഇങ്ങനെ വരുന്ന കാണുമ്പോ ഭയങ്കര പേടിയായിരുന്നു ആദ്യം. ഒരു എടുക്കുമ്പോ ഞാനിങ്ങനെ ഓരോ എബക്കെടുത്ത് സാറിലേക്ക് പേടിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് ലെവലായിട്ടോ. നല്ല സുഖമായിട്ട് ബാക്കിൽ കിടന്നുറങ്ങാം. എന്റെ ഏരിയ ആട്ടോ, പണ്ടത്തെ എന്റെ ഏരിയ ആണ്. ഞങ്ങള് പണ്ട് ഇവിടെയാണ് താമസിച്ചോണ്ടിരുന്നത്. എറണാകുളം. ഞാൻ ഓടിക്കളിച്ച് നടന്ന് വളർന്നിരുന്ന സ്ഥലങ്ങളാണ്. ടിക്ടോക്ക് റോഡ് ോട്ടായിരുന്നു ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത്. നേരെ പോവാണ് പ്രകൃതി രമണീയമായ ചപ്പാത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തുന്നത്. അത് നമ്മളെ കാത്തിരിക്കുന്നു കേട്ടാ. ഇതാണ് ഞങ്ങളെ റൂം. ഉമ്മാമ ഞങ്ങൾ വരുന്നതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ നല്ല അടിപൊളി ഇട്ട് സെറ്റാക്കിയിരിക്കുന്നു. ഞങ്ങളെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ആരിങ്ങനെ എഴുതിയിട്ട് വെച്ചതായിരുന്നു ടിഷ്യൂല്. കണ്ടോ, മൈ കുട്ടൂസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പം കുട്ടൂസില്ലേ, കുട്ടി ഉമ്മാമ വഴി മൊത്തം അറിയാതെ അറിഞ്ഞിട്ടുള്ള വഴി മൊത്തം ചപ്പാലപ്പടവ് മൊത്തം കറക്കിച്ച് വീട്ടിലേക്കുള്ള വഴി. പാപ്പാക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം. ഇന്ത്യൻ കോഫി ഹൗസിൽ പോണം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മള് നോക്കിയപ്പോ വേറെ ഏതോ കോഫി ഹൗസ് ചെയ്തത്, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ ഞങ്ങള് ചപ്പാരപ്പടവ് നാട് കാണി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണം. നല്ലുണ്ട്. അല്ല, നമ്മളെ പഴയ സിനിമയിലെ സോമനില്ലേ, സോമനാമ്പുലിസം, ആ സോമന്റെ പോലത്തെ കോട്ട് സൂട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഒരു വലിക്കുന്ന പൈപ്പ് കൂടി കൊടുത്താൽ മതി. ആരി ഇവിടെ ഉണ്ട്, പിന്നെ ഞാനിവിടെ. നമ്മളിതാ പോയി വഴി തെറ്റി. കുറുക്കനെയും കണ്ട്, കുറുക്കനല്ല കുറുനരിയാന്നും പറഞ്ഞ് മൗറീഷ്യസ് ദ്വീപിൽ എത്തിയിട്ട് വഴി തെറ്റി. കഥയും പറഞ്ഞു അല്ലു വഴി തെറ്റിച്ച ആള്. അല്ലുവിന് കഥ പറഞ്ഞു കൊടുത്തിരുന്നു, ഡോഡോ പക്ഷിന്റെ കഥ. വഴി കണ്ടുപിടിച്ചു. അങ്ങനെ അല്ലു മൗറീഷ്യസ് ദ്വീപിലുള്ള ഡോഡോ പക്ഷി